ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ അവസാനമായി പുറത്തായത് അഭിഷേകാണ്. ആ പുറത്താകുന്ന രീതി എന്ന് പറയുന്നത് ബിഗ് ബോസ് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. നോമിനേഷനിലുള്ള ആളുകളെ ഗാർഡൻ ഏരിയയിൽ നിരത്തി നിർത്തുന്നു. അവർക്ക് പവർ ടീം അംഗങ്ങൾ അല്ലാത്തവർ, അതായത് സേവായ ആളുകൾക്ക് മാല അണിയിച്ച് വാദ്യഘോഷങ്ങളോടെ വീട്ടിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പവർ ടീം അംഗങ്ങളായിട്ട് കാർഡ് എടുക്കുന്നു, ഓരോരുത്തരുടെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അവസാനം ഋഷിയുടെ ഊഴം വന്നു. ഋഷി കാർഡ് എടുത്തു, അതിനകത്ത് ജിൻഡോ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു. ഇവരുടെ മുന്നിൽ വെച്ച് ഋഷി ശരണ്യയുടെ സ്വകാര്യത്തിൽ പറയുന്നുണ്ട് ജിൻഡോ ആണെന്നുള്ളത്. അതേപോലെ തന്നെ ശ്രീരേഖയുടെ അടുത്തും ഋഷി വന്നിട്ട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ശ്രീരേഖയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ മുഖത്ത് ഭാവ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും. പ്രത്യേകതരം ഗോഷ്ഠിയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കേൾക്കുകയാണ്, പക്ഷെ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ജിൻഡോ നിൽക്കുന്ന ആ ഭാഗത്ത്, ജിൻഡോ ജാസ്മിൻ അഭിഷേക് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ക്യാമറ കാണിക്കുകയാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ശ്രീരേഖയുടെ ശബ്ദം കേൾക്കുകയാണ്. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ലടാന്നുള്ള ഒരു നിരാശാഭാവം. അപ്പോൾ അവരൊക്കെ വിചാരിച്ചത് ജിൻഡോ പുറത്താകും എന്നുള്ളതാണെന്ന് തോന്നുന്നു. കാരണം മറ്റുള്ളവരുടെ ഒരു സഹതാപത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരുണ്യത്തിലൊക്കെ പവർ ടീമിൽ നിന്ന് സേഫായി പോകുന്ന ശ്രീരേഖയാണ് ഈ പറയുന്നത്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്ന, അത് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും. അങ്ങനെ എന്തായാലും നന്നായി ഗെയിം കളിക്കുന്ന ജിൻഡോ പുറത്തു പോകുന്നതാണ് അവർ ആഗ്രഹിച്ചത്. സേവ് ആവുമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല എന്ന്. തീർച്ചയായിട്ടും ഞാൻ ശ്രീരേഖയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ചെയ്യാനൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, കുത്തിത്തിരിപ്പുകൾ മാത്രമേ ശ്രീരേഖ അവിടെ നടത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് വേറെ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല.